വെൽക്കം ടു എക്കണോമിക്സ് എഡിബിൾസ്. ഇന്ന് സെറ്റ് എക്കണോമിക്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻ സീരീസിൽ മാക്രോ എക്കണോമിക്സിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ഊക്കൺസ് ലോയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനും അതുമായി റിലേറ്റ് ചെയ്ത കുറച്ചു ഫാക്ട്സുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. The relationship between unemployment and real GDP is explained by option A sacrifice ratio, option B Ookens law, option C Phillips curve, option D quantity theory. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഊക്കൺസ് ലോ ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഊക്കൺസ് ലോ ഇംപ്ലൈസ് ഓപ്ഷൻ എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അൺഎംപ്ലോയ്മെന്റ് ആൻഡ് റിയൽ GDP, ഓപ്ഷൻ ബി നെഗറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ inflation and GDP, option C negative relationship between unemployment and real GDP, option D negative relationship between inflation and nominal GDP. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി നെഗറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അൺഎംപ്ലോയ്മെന്റ് ആൻഡ് റിയൽ GDP ആണ്. അപ്പോൾ നമുക്ക് ഊക്കൺസ് ലോയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഊക്കൺസ് ലോ ഡെവലപ്പ് ചെയ്തത് 1960 ആരാണ്? ആർതർ ഊക്കൻ ആണ് ഊക്കൺസ് ലോ ഡെവലപ്പ് ചെയ്തത്. ഇനി ഊക്കൺസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അൺഎംപ്ലോയ്മെന്റ് ആൻഡ് റിയൽ GDP. നമ്മൾ ആ ക്വസ്റ്റ്യനിൽ കണ്ടു അല്ലേ? ഊക്കൺസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണ്? നെഗറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അൺഎംപ്ലോയ്മെന്റ് ആൻഡ് റിയൽ GDP. അതെങ്ങനെയാണ് ആ പ്രോസസ്സ് നടക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഒരു എക്കോണമിയിൽ ഇപ്പോൾ ഒരു റിസഷനാണ് ഫേസ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ അവിടെ എന്താണ്? അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ എന്താണ്? സ്വാഭാവികമായിട്ട് തൊഴിലില്ലാത്തവരുടെ എണ്ണം കൂടും. അപ്പോൾ എന്താണ്? റിയൽ GDP കുറയും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഎംപ്ലോയിഡ് വർക്കേഴ്സിന് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എന്താണ്? ഇക്കോണമിയിൽ അവരുടെ പങ്കാളിത്തം കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്? അവിടുത്തെ റിയൽ GDP കുറയാനായിട്ട് ഇടയാകുന്നു. ഇനി ഊക്കൺസ് ലോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. GDPയുടെ കേസിലും GNPയുടെ കേസിലും പിന്നെ ഒരു ഫൈനൽ കൺക്ലൂഷൻ്റെ ബേസിലും ഒരു 3 ഡാറ്റകൾ ഉറപ്പായിട്ടും എല്ലാവരും ഓർത്ത് വെച്ചിരിക്കണം. കാരണം എക്സാമിന് ഇത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ എന്താ നമുക്ക് നോക്കാം. വെൻ അൺഎംപ്ലോയ്മെൻറ്റ് rises by 1%, the real GDP is estimated to fall by 2%. അതായത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് 1% കൂടിയാൽ അത് റിയൽ GDP 2% കുറയാനിടയാകും. അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് 1% കുറഞ്ഞാലോ റിയൽ GDP 2% കൂടുന്നു. അപ്പോൾ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണെന്ന് ആലോചിക്കുക. അതായത് അൺഎംപ്ലോയ്മെൻറ്റും GDPയും 1, 2 ആണെന്ന് ആലോചിക്കുക. അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ അവിടെ 1, GDPയുടെ അവിടെ 2. അതായത് അൺഎംപ്ലോയ്മെൻറ്റ് 1% കുറഞ്ഞാൽ GDP 2% കൂടും. അൺഎംപ്ലോയ്മെൻറ്റ് 1% കൂടിയാൽ GDP 2% കുറയും. ഇനി അടുത്തതാണ് ഏതാണ്? അൺഎംപ്ലോയ്മെൻറ്റും GNPയും. അവിടെ 1, 3 ആണ്. അതായത് അൺഎംപ്ലോയ്മെൻറ്റ് 1% കൂടിയ GNP 3% കുറയും. ഇനി അൺഎംപ്ലോയ്മെൻറ്റ് 1% കുറഞ്ഞാൽ GNP 3% കൂടും. പിന്നെ ഇതിൻ്റെ ഫൈനൽ കൺക്ലൂഷൻ പറയണത് എന്താണെന്ന് വെച്ചാൽ ഒരു രാജ്യത്തിൻ്റെ GDP ഉറപ്പായും 4% വളർച്ച ഉണ്ടായിരിക്കണം. അതായത് ഒരു വർഷത്തിൽ ഒരു രാജ്യത്തിൻ്റെ GDP 4% വളർച്ച ഉണ്ടായാൽ മാത്രമേ എന്താണ്? അവിടുത്തെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് 1% കുറയാൻ കഴിയൂ എന്നാണ് ഇതിൻ്റെ ഫൈനൽ കൺക്ലൂഷനിൽ പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് ആ 3 ഡാറ്റ ആലോചിക്കുക. GDP, GNP, പിന്നെ ഫൈനൽ കൺക്ലൂഷൻ. GDP 1, 2, അൺഎംപ്ലോയ്മെൻറ്റ് 1, GDP 2. ഇനി GNPയും അൺഎംപ്ലോയ്മെൻറ്റ് എത്ര? 1, 3. അതായത് 1% അൺഎംപ്ലോയ്മെൻറ്റ് കുറഞ്ഞാൽ എത്ര? 2%. GDP ആണെങ്കിൽ 2% കൂടും. GNP ആണെങ്കിൽ 3% കൂടും. ഇനി 1% ആണ് അൺഎംപ്ലോയ്മെൻറ്റ് കൂടിയാൽ എന്തായിരിക്കും? GNP 3%, GDP 2% കൂടും. ഇനി ഫൈനൽ കൺക്ലൂഷൻ പ്രകാരം എങ്ങനെയാണ്? ഒരു രാജ്യത്തിന് ഒരു വർഷം 4% എങ്കിലും അതിൻ്റെ GDP വളർച്ച ഉണ്ടായാൽ മാത്രമേ എത്ര? 1% അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കുറയ്ക്കാൻ സാധിക്കൂ എന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഊക്കൺസ് ലോ നമുക്ക് നോക്കാം. ഊക്കൺസ് ലോയുടെ ഫോർമുല നമുക്ക് നോക്കാം. ഊക്കൺസ് ലോയുടെ ഫോർമുല പറയുകയാണെങ്കിൽ y minus y star divided by y star equal to negative beta into u minus u star. അതായത് ഇതിൽ y റെപ്രസെൻ്റ് ചെയ്യുന്നത് ആക്ച്വൽ GDPയും y സ്റ്റാർ റെപ്രസെൻ്റ് ചെയ്യുന്നത് പൊട്ടൻഷ്യൽ GDPയും നെഗറ്റീവ് ബീറ്റ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? ഊക്കൺസ് കോഎഫിഷ്യൻ്റ് ആണ്. അത് നെഗറ്റീവ് ബീറ്റ ആവാൻ കാരണം എന്താണ്?
ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് ഏത് തമ്മിൽ, അൺഎംപ്ലോയ്മെൻറ്റും റിയൽ ജി ഡി പിയും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് നെഗറ്റീവ് ബീറ്റ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി യു റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഇൻ ദ കറൻറ്റ് ഇയറും യു സ്റ്റാർ ആണെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഇൻ ദ പ്രീവിയസ് ഇയറുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൽ y-2 i സ്റ്റാർ എന്ന് കണ്ടു. അതിനെ പൊതുവെ അറിയപ്പെടുന്ന പേരെന്താണ്? ഔട്ട്പുട്ട് ഗ്യാപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് y-2 i സ്റ്റാർ ആണ് ഔട്ട്പുട്ട് ഗ്യാപ്പ് എന്നറിയപ്പെടുന്നത്. ഈ ഔട്ട്പുട്ട് ഗ്യാപ്പ് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ ജി ഡി പി മൈനസ് പൊട്ടൻഷ്യൽ ജി ഡി പിയിലെ ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഗ്യാപ്പ് കിട്ടുന്നതായിരിക്കും. ഇനി ഔട്ട്പുട്ട് ഗ്യാപ്പ് ഒരു ഇക്കോണമിയിൽ നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? അവിടെ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് ലേബർ ആയിരിക്കും അവിടെ നടക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ഹൈ അൺഎംപ്ലോയ്മെൻറ്റും ലോ ഔട്ട്പുട്ടും ആയിരിക്കും. അതായത് ഔട്ട്പുട്ട് ഗ്യാപ്പ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ കണ്ടു, അതായത് തൊഴിലാളികൾക്ക് അവർക്ക് എക്കോണമിയിൽ അവരെ പങ്കാളിത്തം കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്? ലോ പ്രൊഡക്ഷൻ എന്താണ്? ലോ ഔട്ട്പുട്ടും ലോ റിയൽ ജി ഡി പിയിലോട്ടൊക്കെ നയിക്കും. ഇനി ഔട്ട്പുട്ട് ഗ്യാപ്പ് പോസിറ്റീവ് ആണെങ്കിലോ അവിടെ ലേബേഴ്സിനെ നന്നായി എക്കോണമിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം അവിടെ എംപ്ലോയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് ലെവൽ കുറവായിരിക്കും, ഹൈ ഔട്ട്പുട്ട് ആയിരിക്കും അവിടുത്തെ റിസൾട്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഫൈനൽ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ചോസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ഊക്കൻസ് ലോ. ഇനി ഒന്നാമത്തത്, ഇറ്റ് വാസ് പോസ്റ്റുലേറ്റഡ് ബൈ ആർതർ ഊക്കൺ ഇൻ ദ ഏർലി 1960s. നമ്മൾ കണ്ടു അല്ലേ, അതിൻ്റെ തുടക്കത്തിൽ ഊക്കൺ ലോ ഡെവലപ്പ് ചെയ്തത് ആർതർ ഊക്കൺ ഏർലി 1960 കണ്ടു. അപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷൻ ശരിയാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. ഇറ്റ് ലുക്ക് അറ്റ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ കൺട്രീസ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് റേറ്റ്. കണ്ടു അല്ലേ, നമ്മൾ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ റിലേഷൻഷിപ്പ് ഒക്കെ കണ്ടു. അതെന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് റേറ്റ്. അതായത് റിയൽ ജി ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് ഗ്രോത്ത് തന്നെയാണ്. ഈ എക്കണോമിക് ഗ്രോത്തിലൂടെ നമ്മൾ മെഷർ ചെയ്യുന്നത് എന്താണ്? ആ രാജ്യത്തിൻ്റെ ജി ഡി പിയും ജി എൻ പി ഒക്കെ ഉൾപ്പെടുന്നതാണ് ഈ എക്കണോമിക് ഗ്രോത്ത്. അപ്പോൾ എന്താണ്? രണ്ടാമത്തെ ഓപ്ഷനും ശരിയാണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. ഇറ്റ് സേസ് ദാറ്റ് കൺട്രീസ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് മസ്റ്റ് ഗ്രോ അറ്റ് അബൌട്ട് 1% rate for 1 year to achieve a 4% റിഡക്ഷൻ ഇൻ ദ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. അങ്ങനെയാണോ? തല തിരിഞ്ഞല്ലേ ഓപ്ഷൻ തന്നിരിക്കണേ. നമ്മ അതിൻ്റെ ഫാക്ട്സിൽ പഠിച്ചത് എങ്ങനെയാ? 4% വളർച്ചയുണ്ടായാലേ 1% എന്താ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റിൽ റിഡക്ഷൻ ഉണ്ടാവും എന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പം മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1 and 2 ഓൺലി ആണ്. അപ്പോൾ ഇന്ന് ഊക്കൻസ് ലോയുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്